ACCA, CMA, CA പഠിച്ച തൊഴിൽ നേടാനുള്ള ശരിയായ മാർഗം എലാൻസ് ആണ്. Bharat College of Nursing, Tiruvallur, Tamil Nadu. Affiliated to the Tamil Nadu Dr. MGR University. Admission open for BSc Nursing 2024. നാദർഷിക്ക് തോന്നിയ ഫസ്റ്റ് ലവ്. അതിനെ വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ലവ് ആണോ അത്? എന്റെ അടുത്ത് തിരിച്ചു പറഞ്ഞത് അവൾ മാത്രമേ ഉള്ളൂ. ഓക്കെ ആണ്. വേറെ ആരും പറഞ്ഞില്ല. അതിടക്ക് പറയാറുണ്ട് വേണ്ടായിരുന്നു. ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിന്റെ ബൈക്ക് മേടിച്ച് കോളേജിന്റെ ഗേറ്റ് കടന്നപ്പോൾ കംപ്ലീറ്റ് പിള്ളേരിങ്ങനെ നിൽക്കുകയാണ്. ഇടയിൽ കൂടി ഞാനിങ്ങനെ എന്ന് പറഞ്ഞു അവിടെ സ്കിപ്പ് ചെയ്തിട്ട് പിള്ളേരാരും വീട്ടിലെങ്കിൽ ഞാനൊരു വീഴ്ച വീണു. ടീസി മേടിക്കാൻ കാരണം തന്നെ ആ വീഴ്ചയായിരുന്നു. ഊവലെന്ന് പറഞ്ഞു എന്തേലും മനസ്സിലാവുന്നുണ്ട്. എന്തോ ശ്രമിക്കുന്നുണ്ടോന്നറിയാം. ഇല്ല, തലയുണ്ട്, കാലുണ്ട്, വാലുണ്ട്. കഴുതന്റെ വേറൊരാള് കോവർ കഴുത അല്ല. ഇലയ്ക്കൊക്കെ സാധാരണ കളർ ഉണ്ടാവില്ലേ? ചീരക്കാണെങ്കിൽ ചുവപ്പുണ്ടാവും. നമുക്ക് നമ്മളുടെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള വേഷത്തിലും രൂപത്തിലും ഭാവത്തിലും ഒരു മുഴ മുമ്പേ ഓടെയാണ്. ബാക്കി ആൾക്കാർ പറയും ദൈവം പ്രായമല്ല, നരച്ചില്ല, വരച്ചില്ല. സാധാരണ നമ്മളെ പടം പൊട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിക്കണ്ട. അന്ന് ദിലീപൊക്കെ കണ്ണൊക്കെ അറിഞ്ഞ് മാറിയെന്ന് കരയണൊക്കെ ഉണ്ടായിരുന്നു. വെറും 4.5 കോടി രൂപയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഉള്ളൂ. തോണിയിൽ പോയത് 10 കോടി രൂപയ്ക്ക്. അമറക്കുപുറം തോണി 10 കോടി രൂപയ്ക്ക് മുകളിൽ ലാഭമുണ്ട്. നിലവിൽ ഈ അടുത്ത കാലത്ത് വന്ന മലയാള സിനിമകളിൽ സ്വയം ട്രോളുക എന്ന് പറയുന്ന സാധനം വന്നിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഈ 2015 അമറക്കുപുറം തോണിയിൽ രാജുവിനെ ട്രോൾ ചെയ്ത് ഈ പുതിയ മുഖം ട്രോൾ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് പറയുന്ന കാര്യത്തിന് ട്രോൾ ചെയ്തിട്ടുണ്ട്. പാട്ട് പഠിക്കാനെന്നുള്ള മോഹമായിട്ട് പല ഗുഹകളിലും കയറി ഇറങ്ങിയിട്ടുണ്ട്. വൺസ് അപ്പോൺ എ ടൈം ഞാൻ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കണം കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന ഫിലിമിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അതിന് ഡയറക്ടർ ആയിട്ടുള്ള നാദർഷിക്കാന്റെ കൂടെയാണ് അതിനൊരു അവസരം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് പുതിയ സിനിമയുടെ വിശേഷങ്ങൾ? ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇവിടെ ഒരു താലി മീൽസ് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നോൺ വെജ് താലിയാണെങ്കിൽ ഫിഷ് ഉണ്ടാവും, ചെമ്മീൻ ഉണ്ടാവും, പിന്നെ മറ്റേ ബീഫ് ഉണ്ടാവും, മട്ടൺ ഉണ്ടാവും, ചിക്കൻ ഉണ്ട്. അതുപോലെ ഈ സിനിമയിലെല്ലാം ഉണ്ട്. അതിൽ ത്രില്ലറാണ്, ഹ്യൂമർ ഉണ്ട്, പിന്നെ അത്യാവശ്യം ടച്ചിങ് സീൻസൊക്കെ ഉണ്ട്, പിന്നെ ലവ് ട്രാക്ക് ഉണ്ട്, നല്ല സോങ്സ് ഉണ്ട്. ഒരു ആനച്ചന്തം ഉള്ള സിനിമ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു ഫൺ ആൻഡ് ക്രൈം ത്രില്ലർ. ഈ ഫൺ എന്ന് പറയുന്ന ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ അല്ല കേട്ടോ. അത് എക്സ്പെക്റ്റേ ചെയ്യരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ എനിക്ക് എൻ്റെ സിനിമകൾക്ക് പറ്റുന്ന ഒരു ഈ എല്ലാവരും വിചാരിക്കുന്നത് ആദ്യത്തെ നാദർഷ എന്ന് പറയുമ്പോൾ ഒരു ബ്രാൻഡ് ചെയ്യപ്പെട്ടേക്കുന്നത് ഈ 2 അമറക്കുപുറം തോണി കട്ടപ്പന എല്ലാവരും ഒരു വർഷം ഈ 2 സിനിമകളുടെ ഒരു ബ്രാൻഡുണ്ട്. അതേ ധാരണ വെച്ചിട്ട് എല്ലാ സിനിമകളും കാണാൻ വേണ്ടിയിട്ട് വരരുത്. കാരണം അതേ സംവിധായകൻ്റെ എല്ലാ സിനിമകളും അതുപോലെ തന്നെ ചിരിക്കാനായിട്ടുള്ളത്. കാരണം നമുക്ക് ഒരാഗ്രഹമില്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണറിൽ സിനിമ ചെയ്യണമെന്ന്. അത്തരത്തിൽ തമാശകളുണ്ടെങ്കിൽ കൂടി അത്തരത്തിലുള്ള ആ സിനിമയിൽ അത്രയും തമാശ ഉണ്ടെന്നൊന്നും ഒരിക്കലും ഇല്ല. ഇത് ബോറടിക്കാതെ 2 മണിക്കൂർ കറക്റ്റ് 2 മണിക്കൂർ ഡ്യൂറേഷൻ ഉള്ളൂ. ഒരു ഫസ്റ്റ് അതായത് നെക്സ്റ്റ് സീൻ എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത തരത്തിൽ പോകുന്നൊരു കൊച്ചു സിനിമയാണ്. പുതിയ നായകനാണ് മുബിൻ റാഫി എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ റാഫി മെക്കാട്ടിലെ റാഫിക്കാട് മകൻ. പിന്നെ അർജുന അശോകനുണ്ട്, ഷൈൻ ടോം ചാക്കോ ഉണ്ട്, ദേവിക സഞ്ജയ് ഉണ്ട്. അപ്പം ആരെങ്കിലും നാദർഷിക്കാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത്രയും പ്രായമായിട്ട് പ്രായം പോയ പോലെ തോന്നുന്നില്ല, മമ്മൂട്ടീൻ്റെ ഒരു വേവ് ലെങ്സിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ പ്രായത്തിൻ്റെ വ്യത്യാസം എനിക്കുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാള സിനിമയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയപ്പോൾ ഈ ജഗദീഷ് ചേട്ടനൊക്കെ എത്ര പ്രായം വിചാരിച്ചാൽ 10-65 വയസ്സില്ലേ? ജഗദീഷ് ചേട്ടനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജഗദീഷ് ചേട്ടനെ എന്താണ് ഒരു 10-35 വയസ്സ് ജഗദീഷ് ചേട്ടനെ തോന്നുള്ളൂ. ചില ആൾക്കാരെ മാത്രം കോട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകേണ്ട കാര്യമില്ല. ഒരുപാട് ആൾക്കാർ കാറ്റഗറിയിലുണ്ട്. അവരെയും കൂടി ഇടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിക്കണം. ഇപ്പം മമ്മൂക്കാനെ നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂക്ക നമ്മളുടെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള വേഷത്തിലും രൂപത്തിലും ഭാവത്തിലും പിന്നെ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്ന ആ മനുഷ്യൻ ഒരു മുഴ മുമ്പേ ഓടെയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റൈൽ ഇതാണെന്ന് യൂത്ത് വരെ മനസ്സിലാക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ചില വേഷവിധാനങ്ങളാണ് നമ്മൾ സ്വാധീനിക്കുന്നത്. അത് ആ പ്രായത്തിൽ അദ്ദേഹം മാത്രമേ ചെയ്യുന്നുള്ളൂ. അതാണ് നമുക്ക് തോന്നുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അത്ഭുതം എന്ന് പറയുന്നത്. നമ്മൾ മരിക്കോളം നമുക്ക് ആയുസ്സും ആരോഗ്യവും അതിനുള്ള ശേഷി ഉണ്ടെങ്കിൽ മാക്സിമം ബാക്കിലേക്ക് നമുക്ക് സഞ്ചരിച്ച് നോക്കാമെന്ന് പറയുന്നത്. നമ്മൾ ട്രൈ നോക്കുക. ബാക്കി ആൾക്കാർ പറയും ദൈവം പ്രായമല്ല, നരച്ചില്ല, കുറച്ചില്ല, അല്ല ചുരുങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അത് പറയുന്നവരെ നടക്കാന്നുള്ളൂ. നമുക്കൊരു ഗെയിമിലേക്ക് പോയാലോ? എന്ത് ഗെയിമാണിത്? അതായത് ഇതിൽ കുറച്ച് നോട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വായിച്ചിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് തരണം. അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മൾ സിനിമേൻ്റെ പേര് വെച്ച് തുടങ്ങിയിട്ട് ലാസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് തരണം. അപ്പോൾ ഇതൊന്ന് ഒരെണ്ണം എടുത്തോളൂ. ഈ മുകളിൽ എടുത്ത് വെച്ചേക്കണ എനിക്ക് വിശ്വാസമില്ല. എന്നിട്ടും താഴേന്ന് എടുത്തോ. നമ്മളൊക്കെ താഴേക്കിടയിൽ നിന്ന് ആൾക്കാരല്ലേ, താഴെ നിന്ന് നോക്കട്ടെ. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എൻ്റെ സിനിമയുടെ ആദ്യത്തെ പോസ്റ്റർ കണ്ട് കണ്ണു നിറഞ്ഞ ഇത്
എവിടെ വെച്ചാണ്? എന്ന സ്ഥലത്തായിരുന്നു. അതെ, വൺസ് അപ്പോൺ എ ടൈം നാദിർഷ്കന്റെ ഫസ്റ്റ് പടം ഉണ്ടാവില്ലേ, അപ്പൊ ആ ഒരു പടത്തിന്റെ ഇത് കണ്ടിട്ട് നാദിർഷ്കന്റെ കണ്ണ് നിറഞ്ഞൊരു പോസ്റ്റർ എവിടെ വെച്ചിട്ടായിരുന്നു അത്? അതിനേക്കാൾ മുമ്പുള്ളൊരു ചരിത്രം പറയാം. അതായത് മാനത്തെ കൊട്ടാരം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഞങ്ങൾ 4 പേരും നായകന്മാരായിട്ട് അഭിനയിച്ചത്. ദിലീപ്, ഞാൻ, അശോകൻ ചേട്ടൻ, ഇന്ദ്രൻ ചേട്ടൻ, സുരേഷ് ചേട്ടനായിരുന്നു അതിനകത്ത് ഗസ്റ്റ് അപ്പിയറൻസ് എന്നല്ല, ആ പടത്തിൻ്റെ ബിസിനസ് പോയിന്റ്. കുഷ്ബു ഉണ്ടായിരുന്നു, കുഷ്ബു മാം. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റർ മറ്റേ നമ്മുടെ 6 ഷീറ്റ് പോസ്റ്ററുകളാണ്. അതിങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്ത് മോൾക്കറിയാമോ? അത് അറിയാമല്ലോ. ആ ചെറിയ ചെറിയ ഓരോ ഷീറ്റുകൾ ഇങ്ങനെ ഇതുപോലത്തെ, ഇതിപ്പോൾ 4 ഷീറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഇങ്ങനെ പല ഒട്ടിച്ച് വെക്കുമ്പോഴാണ് ഒരു പോസ്റ്റർ ആകുന്നത്. അത് 4 ഷീറ്റ് 6 ഷീറ്റ് അതുപോലത്തെ 6 പീസുള്ളത്. അതാണ് വലിയ പോസ്റ്റർ. അപ്പോൾ ഈ 6 ഷീറ്റ് പോസ്റ്റർ നമ്മുടെ ആൽവിൻ ആൻ്റണി ചേട്ടൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഓഫീസിന്, എനിക്കാണ് കവിതാ തിയേറ്ററിൻ്റെ തൊട്ടടുത്തൊരു ബിൽഡിങ്ങിൽ, അതിനെ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഇതിങ്ങനെ നിരത്തി വെച്ചിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങൾ 4 പേരും ഇങ്ങനെ വലിയ തലയൊക്കെ ആയിട്ട്, അപ്പോൾ കിട്ടിയ സന്തോഷം, അതാണ് ഫീല്. അന്ന് ദിലീപൊക്കെ കണ്ണൊക്കെ അറിഞ്ഞ് മാറിയെന്ന് കരയാനൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവൻ്റെ വലിയൊരു തലയുണ്ടായിരുന്നു. അപ്പോൾ ആ പോസ്റ്ററൊക്കെ കണ്ടപ്പോഴാണ് ഫസ്റ്റ് നമുക്ക് കണ്ണു പറയണം. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി ഞാൻ ഏറ്റവും അധികം വായി നോക്കി നടന്നത് ഡാഷ് കോളേജിന് മുമ്പിലൂടെയായിരുന്നു. ഞാൻ പഠിച്ച കോളേജ് സെന്റ് പോൾസ് കോളേജാണ്, കളമശ്ശേരി. അവിടെ ആ കോളേജിൽ ഒരു പ്രാവശ്യം കോളേജ് ഫംഗ്ഷൻ നടത്തുന്ന സമയത്ത് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്ക് സ്വന്തം ബൈക്കൊന്നുമില്ല, എൻ്റെ ഏതൊരു ഫ്രണ്ടിൻ്റെ ബൈക്ക് മേടിച്ച്, ഈ ബൈക്കിന് ചെത്തി നടന്ന ഏതെങ്കിലും പെങ്കൊച്ച് വീഴുമെന്ന് വിചാരിച്ചിട്ട് ബൈക്ക് മേടിച്ച് ആ കോളേജിൻ്റെ ഗേറ്റ് കടന്നപ്പോൾ കംപ്ലീറ്റ് പിള്ളേരിങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ ഇടയിൽ കൂടി ഞാനിങ്ങനെ പറഞ്ഞിട്ട് അവിടെ ഈ അന്ന് ടാർ ചെയ്തേക്കുന്ന റോഡല്ലേ, ഈ ചരൽ ഉള്ള, അവിടെ സ്കിഡ് ചെയ്തിട്ട് ഞാനൊരു വീഴ്ച വീണ്. പെൺപിള്ളേരാരും വീണില്ലെങ്കിലും വേറെ ആരും വീണെങ്കിലും പിന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടുന്ന് TC മേടിക്കാൻ കാരണം തന്നെ ആ വീഴ്ചയായിരുന്നു. കാരണം അത്രയും വലിയ നാണക്കേടായി. കൂവലെന്ന് പറഞ്ഞ ഒടുക്കത്തെ കൂവലായിരുന്നു ചുറ്റുന്നു. അതായത് നമ്മളൊന്ന് വീണാൽ മറ്റുള്ളവർക്ക് വലിയ സന്തോഷമാണ്. അന്ന് തൊട്ടുണ്ട് അത്. അല്ലാണ്ട് വെറുതെ വീഴുമ്പോൾ ചിലപ്പോൾ സഹതാപം ഉണ്ടാവും. പക്ഷെ ഒരുത്തൻ ഷൈൻ ചെയ്യാൻ നോക്കിയിട്ട് അവൻ കൊള്ളാലെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ചുറ്റിനും നിന്നിട്ട് അവൻ കൊള്ളാമെന്ന് പറയുന്ന സമയത്ത് അവനൊരു വീഴ്ച വീണാൽ വലിയ സന്തോഷമായിരിക്കും കാണുന്നവർക്ക്. അത് അപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എൻ്റെ ആദ്യത്തെ സ്റ്റേജ് ഷോ വെച്ചായിരുന്നു. എവിടെ വെച്ചായിരുന്നു അല്ലേ? എൻ്റെ ആദ്യത്തെ സ്റ്റേജ് ഷോ ഞാൻ നഴ്സറി പഠിക്കുമ്പോൾ 4 വയസ്സിൽ. അപ്പം മുതലേ കലാകാരനായിരുന്നു. ആദ്യത്തെ പ്രൊഫഷണൽ സ്റ്റേജ് ഷോ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10 വയസ്സുള്ളപ്പോൾ പ്രൊഫഷണൽ ട്രൂപ്പിൽ കൂനമാവ് സാക്സ് ഓർക്കസ്ട്രയിൽ രാജൻ ആൻ്റണി എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഓർക്കസ്ട്രയിലാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഫഷണൽ സ്റ്റേജ് ഷോ. പിന്നെ സ്കൂളിലൊക്കെ പഠിച്ച അതേ സമയത്ത് തന്നെയാണ് സ്കൂളിൽ ഫാക്ട് ഈസ്റ്റേൺ UP സ്കൂളിൽ സ്റ്റേജ് ഷോസൊക്കെ കാണും. പക്ഷേ ഈ 10 വയസ്സുള്ളപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പ്രൊഫഷണൽ ഗാനമേള ട്രൂപ്പിൽ സിംഗറായി മാറി. പാട്ട് പാടാൻ പിന്നെ പാട്ട് പഠിക്കാനെന്നുള്ള മോഹമായിട്ട് പല ഗുഹകളിലും കയറി ഇറങ്ങിയിട്ടുണ്ട്, സിംഹങ്ങളുടെ മടയിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ രാജഗോപാൽ സാറ്, ഏലൂർ വിജയൻ നാരായണപിള്ള സാർ, KPN പിള്ള സാറ്, നാരായണപിള്ള സാറ്, അദ്ദേഹമാണ് ഞങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ശരിക്കും സപ്തസ്വരങ്ങളുടെ ആദ്യ പാഠങ്ങൾ. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് വിജയൻ സാറൊക്കെ. പിന്നീട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് പാട്ട് പഠിച്ചത്. നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു നോട്ടും കൂടെ എടുക്കാം. ലാസ്റ്റ് ആയിട്ട് പിന്നെ വേറെ കാര്യം കൂടി പറയട്ടെ. ഈ അധ്യാപകരുടെ കാര്യം പറയുമ്പോൾ എനിക്കൊരു സ്റ്റേറ്റ് ഫസ്റ്റ് ഉണ്ടായിരുന്നു കഥകളി സംഗീതം. അത് പഠിപ്പിച്ചത് കലാമണ്ഡൽ ഹൈദരാലി മാഷായിരുന്നു. അദ്ദേഹം അത് പഠിപ്പിച്ചു തന്നു. എനിക്കതൊരു സ്റ്റേറ്റ് ഫസ്റ്റ് ഉണ്ടായിരുന്നു. കർണാടിക് സംഗീതം കുറച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കഥകളി സംഗീതം ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഒരു പദം മാത്രമേ പഠിച്ചുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് കോളേജിൽ പോകുന്നതിന് മുമ്പ് തൃപ്പൂണിത്തുറ RLB കോളേജിൽ പോയി അഡ്മിഷൻ വാങ്ങിച്ചു. സംഗീതം പഠിക്കണമെന്ന മോഹമായി അവിടെ പോയി ചെന്ന് അവിടെ രാഷ്ട്രീയം കളിച്ച് അവിടുന്ന് പുറത്താക്കും എന്ന് തോന്നിയ സമയത്ത് നമ്മൾ TC വാങ്ങിച്ച് സ്വയം. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എൻ്റെ ആദ്യത്തെ പ്രണയത്തെ കണ്ടുപിട്ടിയത് എവിടെ വെച്ചായിരുന്നു? വൺസ് അപ്പോൺ എ ടൈം എൻ്റെ ആദ്യത്തെ പ്രണയത്തെ കണ്ടുപിടിക്കുക. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അങ്ങോട്ട് പ്രണയം തോന്നുന്നല്ലാണ്ട് അവർക്കാർക്കും ഇങ്ങോട്ട് എനിക്ക് തോന്നും ഇത് കൊള്ളാലേ. അതിനെ വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്.
ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് തിരിച്ചു പറഞ്ഞത് അവള് മാത്രമേ ഉള്ളൂ ഓക്കെ ആണെന്ന്. വേറെ ആരും പറഞ്ഞില്ല, വേറെ ആരും പറഞ്ഞില്ല, ആരും മൈൻഡ് ചെയ്തില്ല. ആരും മൈൻഡ് ചെയ്തില്ല. അതിനിപ്പോ വീട്ടില് ഇരിപ്പുണ്ട്, അതിടക്ക് പറയാറുണ്ട് വേണ്ടായിരുന്നു വേണ്ടായിരുന്നു. പുല്ല് വേണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. വേറെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ കുറച്ചായിട്ടൊരു ബ്രേക്ക് എടുത്തായിരുന്നില്ല ഒരു ഫിലിം കഴിഞ്ഞതിന് ശേഷം? ബ്രേക്ക് ഒന്നും ഇല്ലായിരുന്നു. അതായത് ഇതിനിടയിൽ കോവിഡ് സമയത്ത് 2 സിനിമ OTT-യിൽ വന്നിരുന്നു. അത് ആ സമയത്ത് OTT റിലീസ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു, സാധ്യമായിരുന്നു. പിന്നെ നമുക്ക് കാശം കിട്ടുന്നത് OTT നിന്നായിരുന്നു. അത് കേശു വീടിൻ്റെനാഥനും പിന്നെ ഈശോയായിരുന്നു. ഈ 2 സിനിമകളും എല്ലാം ഈ പ്രേക്ഷകരുടെ ഒരു ധാരണ ഉണ്ട്. അതായത് ഈ നമ്മൾ ഈ കമൻസുകൾ പലപ്പോഴും നോക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ്. അത് പൊളിഞ്ഞു എന്നുള്ളൊരു ധാരണയിൽ വളരെ ആശ്വാസകരമായിട്ട് ചില ആൾക്കാർ അത് പൊട്ടിയില്ലേ എന്ന് പറഞ്ഞിട്ട് ആശ്വാസകരമായിട്ട് ഇടുന്ന കമൻസ് അത് അവരുടെ ഒരു സന്തോഷത്തിലാണ്. പക്ഷേ അങ്ങനെ സന്തോഷിക്കേണ്ട. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമയൊക്കെ അത്യാവശ്യം ഇപ്പോൾ കേശു വീടിൻ്റെനാഥനാണെങ്കിലും OTT റിലീസ് ഹോട്ട്സ്റ്റാറിലായിരുന്നു, ഏഷ്യാനെറ്റാണ് അതിൻ്റെ. അത് ആ ചാനലുകാരായിട്ട് സംസാരിച്ച അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. 30 കോടി രൂപയ്ക്കാണ് സിനിമയുടെ ബിസിനസ് നടന്നത്. നമ്മൾ ആ സമയത്തൊക്കെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തള്ളാന്ന് കരുതി. ഇപ്പം തള്ളേണ്ട കാര്യം, ഇപ്പോൾ ആ സിനിമയെ തള്ളി മറിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ആ സിനിമയ്ക്ക് അതിനുള്ള ടാക്സ് ഞങ്ങൾ അടച്ചാണ്. 30 കോടി രൂപ പടത്തിന് കിട്ടിയ ഇതാണ്. പിന്നെ ഈശോ ആണെങ്കിൽ വെറും 4.5 കോടി രൂപയുടെ പ്രൊഡക്ഷൻ കോസ്റ്റുള്ളൂ നോക്കി. അത് തന്നെ നമ്മൾ OTT സോണിയിൽ പോയത് 10 കോടി രൂപയ്ക്കാണ്. അപ്പോൾ ഇവര് അങ്ങനെ ഈ നമ്മളെ പടം പൊട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിക്കണ്ട. അതല്ല, ലാഭമാണ്, പ്രൊഡ്യൂസർക്ക് ലാഭമായിരുന്നു. ഇതുവരെ ചെയ്ത എല്ലാ സിനിമകളും അതിൽ പ്രൊഡ്യൂസർക്ക് ഒരു അല്പം ലാഭം കുറവ് കിട്ടിയതെല്ലാം. അതായത് അമറക് ബ്രന്തോണി 10 കോടി രൂപയ്ക്ക് മുകളിൽ ലാഭമുണ്ട്. പിന്നെ കട്ടപ്പനയും 10 കോടി രൂപയ്ക്ക് മുകളിൽ ലാഭമുണ്ട്. ഈ മറ്റേ മേരാന ഷാജി എന്ന് പറയുന്ന സിനിമ മാത്രമാണ് ഒരു 3.60. അതായത് രാകേഷ് ഏട്ടൻ പറഞ്ഞേക്കുന്ന സംഭവമാണ്. രാകേഷ് ഏട്ടൻ 3-3.5 രൂപ കിട്ടിയിരിക്കുന്ന ലാഭം കിട്ടിയിരിക്കുന്ന. അപ്പം ഈ അമറക് ബരന്തോണി എന്ന് പറയുന്നത് ഫസ്റ്റ് സിനിമയായിരുന്നു നാദിഷ്കൻ്റെ. അപ്പം അവരൊരു ഇതിലേക്ക് ഫസ്റ്റ് സിനിമയാണ്. അപ്പോൾ ആ ഫസ്റ്റ് സിനിമ എന്ന് പറയുന്ന സമയത്ത് അവരൊരു റിയാക്ഷൻ എന്തായിരുന്നു? നാദിഷ്ക ഇത് അവതരിപ്പിച്ച സമയത്ത് അവരെന്തായിരുന്നു പറഞ്ഞത്? നാദിഷ്കനുള്ള സ്നേഹത്തിന്റെ പുറത്താണ് അവർ ഈ ഒരു ഫിലിമിലേക്ക് വന്നത്, അല്ലെങ്കിൽ ആ കഥയുടെ ഒരു സ്നേഹത്തിന് കുറവൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ മലയാള സിനിമയിൽ ഇപ്പോൾ മമ്മൂക്കാണെങ്കിലും ലാലേട്ടനാണെങ്കിലും അവർക്ക് നമ്മളോട് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നമുള്ളൂ. പക്ഷേ ഡേറ്റ് തരുന്ന കാര്യത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല കഥയും കാര്യങ്ങളായിട്ട് ചെന്നാലാണ് ഏത് ആർട്ടിസ്റ്റും ഡേറ്റ് തരുള്ളൂ. കാരണം അവനവൻ്റെ നിലയിൽ ഇപ്പോൾ അവന് നോക്കുന്ന സമയമാണ് സിനിമയിൽ. ഇപ്പോൾ നല്ല കഥയാണെങ്കിൽ തരും. പിന്നെ അവർക്കായിരിക്കും കൺഫ്യൂഷൻ, ഞാൻ നന്നായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നുള്ളൊരു പേടി മാത്രം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. എനിക്ക് പേടിയുണ്ടായില്ല. കാരണം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കൊടുത്ത് സൂപ്പർ ഹിറ്റായ പടം എല്ലാവരും അറിഞ്ഞു. അതിലെ പാട്ടൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പം പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ്റെ ഒരു പാട്ട്, പുതിയ മുഖം എന്ന് പറഞ്ഞൊരു പാട്ട്, അത് വളരെ ട്രോളാനുള്ളൊരു കാരണം ആ സിനിമയ്ക്ക് ശേഷമായിരുന്നു. അതിനെ പറ്റി എന്താണൊരു ആ സിനിമയിൽ ഇപ്പം നിലവിൽ ഈ അടുത്ത കാലത്ത് വന്ന മലയാള സിനിമകളിൽ സ്വയം ട്രോളുക എന്ന് പറയുന്ന സാധനം വന്നിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഈ 2015 അതിനു മുമ്പ് ഈ നമ്മളുടെ ഈ അമറക് ബരന്തോണിക്ക് മുമ്പും ട്രോളിയിട്ടുണ്ടാവട്ടെ. പക്ഷെ അമറക് ബരന്തോണിയിൽ രാജുവിനെ ട്രോൾ ചെയ്ത് ഈ പുതിയ മുഖം ട്രോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് പറയുന്ന കാര്യത്തിന് ട്രോൾ ചെയ്തിട്ടുണ്ട്. രാജുവാണ് ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ എന്ന് പറയുന്ന സാധനം. അത് രാജു തന്നെ ട്രോൾ ചെയ്തിട്ടുണ്ട് അതിൽ. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന പോലെ ഈ നമ്മളുടെ മലയാളത്തിലുള്ള ആർട്ടിസ്റ്റുകൾ, എനിക്ക് വേറൊരു ഭാഷയിലാണെങ്കിൽ ചിലപ്പോൾ സമ്മതിച്ചു കൊടുക്കാൻ സാധ്യത കുറവാണ്. നമ്മളുടെ മലയാളത്തിലുള്ളവർക്ക് അവരുടെ ഒരു എന്താ പറയുക, അതൊക്കെ ഇത്രേ കാര്യമുള്ളൂ എന്ന് ഉള്ള തിരിച്ചറിവുണ്ടല്ലോ, അവർ കോൺഫിഡൻസും അതുകൊണ്ടൊക്കെ തന്നെയാണ് അതിന് സമ്മതിക്കുന്നതും. സ്വയം ട്രോളാനൊക്കെ ആയിട്ട് നിന്ന് കൊടുക്കുന്നതും എപ്പോൾ വേണമെങ്കിലും നമ്മൾ കാണിച്ചത് അതിലെന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ തന്നെ തമാശയാക്കി എടുക്കുന്നതൊക്കെ മലയാളിയുടെ പ്രത്യേകിച്ച് സ്വഭാവം. അല്ലാണ്ട് രാജു വന്നിട്ട് എന്നെ ട്രോളിക്കുമെന്ന് പറയല്ലേ ഇത്. അത് സ്ക്രിപ്റ്റിനകത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഉള്ളത് രാജുവായിട്ട് സംസാരിച്ചപ്പോൾ രാജു സമ്മതിച്ചു, അത് അക്സെപ്റ്റ് ചെയ്തു. അത് അതിനെന്താ കുഴപ്പമില്ല എന്ന് പറയും. നമുക്കൊരു ഗെയിം കളിക്കാം. ഞാനൊരു ഫിലിമിൻ്റെ നെയിം ഇതിലിട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് ജസ്റ്റ് വരച്ച് കാണിക്കണം. ഇതല്ല, നമ്മളെ വേറെ അത് വരച്ചിട്ട് എന്നെ കൺവിൻസ് ചെയ്യിക്കണം ഇതാണ് ഈ ഫിലിം എന്ന്. അതാണ് ഗെയിം. അപ്പം ഞാനും എടുക്കും, ഞാനും വരയ്ക്കും. അത് നാദിഷ്ക മനസ്സിലാക്കിയിട്ട് പറയാം. ഇല്ല, വരയ്ക്കില്ല. എന്നെ കൊണ്ട് പറ്റണ പോലെ വരയ്ക്കാം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞിട്ടില്ല ഫുഡ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ? എന്താ ഇതിന്റെ പേര് ചേട്ടാ? മൊജിറ്റോ. എന്ത് മൊജിറ്റോ? സ്ട്രോബെറി പൈനാപ്പിൾ. കുടിച്ചോ, കുടിക്കാനുള്ളതാണ്, ഡമ്മിയല്ല. പ്രോൺസ് ടംപൂര.
ഇത് ഇവിടുത്തെ വെറൈറ്റി ആയിട്ടാണ്. ആ അല്ല, ഇത് ചിക്കനും ഇത് ടെമ്പൂര, പ്രോൺസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, ഫിഷ് ഉണ്ട്. അപ്പോൾ ഗെയിമിലേക്ക് പോവാം. ആ ഒരെണ്ണം എടുത്തോളൂ. ഓക്കെ ഓക്കെ, നാദർഷ് ഖാൻ്റെ ഉള്ളിലെ ചിത്രകാരൻ ഞാൻ ഇന്ന് പുറത്തു കൊണ്ടുവരും. ഇതിനകത്തുള്ള പേരുള്ളത് മനസ്സിലായി. പടം വരച്ചിട്ട് ഞാൻ പറയണം അതെന്താന്ന്. പടം കണ്ടിട്ട് എനിക്ക് മനസ്സിലാവണം. ആദ്യം ഹീറോനെ അടിച്ചേക്കാം. ഇത് ലാലേട്ടനാണോ? മനസ്സിലായ? ആ, ദേ കിടിലനായിട്ട് വരച്ചിട്ടുണ്ട്. വരയ്ക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ലാലേട്ടനെ വരച്ചു. ലാലേട്ടൻ്റെ നായകൻ. ഇത് കംപ്ലീറ്റ് ബ്ലാക്ക് കളറാണല്ലോ. അതിനിടയിൽ നമ്മളിത് ഇങ്ങനെ ഒരു 3-4 വൈറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറയും? വയസ്സായി എന്ന് പറയും. വയസ്സായി എന്നല്ല, നര. ആ ഇനി നരസിംഹാണോ? ഈ ഞാൻ വരയ്ക്കണമല്ലേ? ഞാൻ ഇങ്ങനൊന്നും വരയ്ക്കില്ല കേട്ടോ, മനസ്സിലാക്കണം. ഇതിങ്ങനെ ഞാൻ ഒരെണ്ണം എടുക്കാം. വരച്ചോ. മനസ്സിലാക്കണം കേട്ടോ, അതുപോലൊന്നും വരയ്ക്കൂല. എന്തേലും മനസ്സിലാവുന്നുണ്ടോ? എന്തോ ശ്രമിക്കുന്നുണ്ടോന്നറിയാം. 4 കാലുള്ള ജീവിയാണ്. 4 കാലുള്ള ജീവി ഒരുപാടുണ്ട്. ഇല്ല, തലയുണ്ട്, കാലുണ്ട്, വാലുണ്ട്, അങ്ങനെ ഒരുപാട് തന്നെ. പശു, പോത്ത്, എരുമ, അല്ല കാള, അല്ല അതേപോലെ ഒരു ജീവി. കഴുത. അല്ല, കഴുതന്റെ വേറൊരാള്. കോവർ കഴുത. അല്ല, കഴുതനെ പോലത്തെ വേറൊരു സാധനം. പറഞ്ഞു എന്റെ പേര് അറിയോ? അല്ല, കഴുതനെ പോലത്തെ വേറൊരു സാധനം ഉണ്ട്. അങ്ങനെ ഓടുന്ന സ്പീഡിൽ ഓടും. കുതിര. ആ, കുതിര. ഇത് ഈ ഇലയ്ക്കൊക്കെ സാധാരണ കളർ ഉണ്ടാവില്ലേ? ഈ ചീരക്കാണെങ്കിൽ ചുവപ്പ് ഉണ്ടാവും. അല്ല, സാധാരണ ഇലയ്ക്ക്. സാധാരണ കായ്ച്ചു വരുന്ന ഇലയ്ക്ക്. എന്തൊക്കെ കളറില്ല. പച്ചക്കുതിര. യെസ്, അപ്പന്റെ വരയുടെ കഴിവ് കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. മറ്റത് മോഹൻലാലായിട്ട് തോന്നിയെങ്കിൽ ഇത് എന്താണെങ്കിലും കുതിരയായിട്ട് അംഗീകരിച്ചിരിക്കുന്നേ. ഈ ചിത്രം കണ്ടിട്ട് എനിക്ക് അവസരങ്ങളൊന്നും തരാതിരിക്കരുത്. ശരി, ഇത് വരക്കണമെന്ന് നിർബന്ധമുണ്ടോ? അല്ലാണ്ട് ഒരു ക്ലൂ വന്നാ പോരെ? എന്താണ്? ചെമ്മീൻ. ആ, അതെന്നെ പടം. ഇത് ചെമ്മീൻ. അത് വരയ്ക്കണം. വരയ്ക്കണ്ട, ഇത് ഒറിജിനൽ സാധനം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് വരച്ചൊക്കെയാണോ ചെമ്മീൻ വരയ്ക്കാൻ പാട്? സിമ്പിൾ അല്ലേ? 4 തടി വാലി ഇങ്ങനെ ഇട്ടാ പോരെ. അന്ന് വരച്ചേ, വരക്ക്. ചെമ്മീനാണെന്ന് പറയണോട്ടോ. നേരത്തെ ഞാൻ മറ്റേത് എന്നെ കൊണ്ട് കുതിരയെന്ന് ഞാൻ പാവത്തം തോന്നിട്ട് പറഞ്ഞാണ് കുതിരയുടെ പേര്. ചെമ്മീന് ഇതിനൊക്കെ ജീവനുണ്ടായിരുന്നു. ഇത് കേസ് കൊടുത്തന്നെ ഇതിന്റെ പേരില്. സുഹൃത്തുക്കളെ, ഇത് ചെമ്മീനായിട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി വാശി പിടിക്കുമ്പോൾ അതിന് നിങ്ങൾ ലാസ്റ്റ് ആയിട്ട് ഞാനൊരു സാധനം കൂടി വരച്ച് കാണിച്ചു, എന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ വരയ്ക്കട്ടെ. വട്ടം. ഇതിന് ചെമ്മീൻ്റെ ഷേപ്പ് ഉണ്ട്. ആ, ഇത്രയും സാധനമില്ലേ, ഇത്ര അതാണ്ട് മായ്ച്ചു കളഞ്ഞായിരുന്നെങ്കിൽ ഇത് ചെമ്മീൻ കറക്റ്റ് ആയിരുന്നു. ആ, ഇട്ടോ മതിയായിരുന്നു. ഈ സിനിമന്റെ പേര് ഇത് എന്താ? ഈ സാധനം എന്താ? അത് പൊട്ട്. ആ സിനിമന്റെ പേരും കൂടെ. പൊട്ടൻ. അങ്ങനെയല്ല പറയണ്ടേ. എന്ത് കഴിവ് പുച്ഛിക്കില്ലേ? ഇതിപ്പോ നമ്മളിങ്ങനെ ആക്കി കഴിഞ്ഞതിന് എന്താ പറയാ? ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സിനിമയാണ്. അറിയാ, പറ. സിനിമ ഏതാന്ന് അറിയാ, പറ. ചാന്തോട്ടാണോ? നന്നായി മനസ്സിലാക്കി തന്നു. നല്ല മുച്ചിട്ടായിരുന്നു. കുടിച്ചില്ല? കുറച്ച് കുടിച്ചു, ടേസ്റ്റ് നോക്കി. അപ്പം ഇതേ പൊട്ടെന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്ക്, ഈ ഒരു പേരിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഇവിടെ ഇതേ പുട്ട് മാത്രമല്ല, എല്ലാ സാധനവും ഉണ്ട്. ഇപ്പോൾ ആദ്യം തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഏകദേശം 100 ചില്ലാൻ ടൈപ്പ് പുട്ട് കയ്യിലുള്ളതിൻ്റെ പേരിലാണ് ഇതേ പുട്ട് എന്ന് പറയുന്ന ടൈറ്റിൽ വിട്ട് തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. ബിരിയാണിയും ഫ്രൈഡ് റൈസും ചിക്കൻ, നെയ്ച്ചോറും, എന്താണ് ഇറച്ചിച്ചോറും, അങ്ങനെയുള്ള നാടൻ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടാനായിട്ട്, അല്ലെങ്കിൽ കേരളത്തിൻ്റേതായിട്ടുള്ള മാത്രം തനത് രുചികളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന. ഇപ്പോൾ കുറച്ച് നാൾ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ പോയി കഴിയുമ്പോൾ കുറച്ച് നമുക്ക് ആ ഇറച്ചിച്ചോറ് അയ്യോ എന്ത് ടേസ്റ്റ് ആണല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊതിക്കുന്നത്. അങ്ങനെ എല്ലാ ഐറ്റംസും ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ.
അപ്പോൾ ഈ പുട്ട് കഴിച്ച് എന്നെ തള്ളുന്നു പറയുമല്ലോ, അങ്ങനെ പുട്ട് മാത്രമേ തള്ളി പുറത്തു വരുള്ളൂ, നമുക്ക് പടത്തിനെ തള്ളി കയറ്റാൻ പറ്റില്ല. നദീഷക്ക അതുപോലെ തള്ളാറുണ്ടോ? പുട്ട് കഴിച്ചിട്ട് കഴിക്കാടിയൊക്കെ തള്ളാറുണ്ടോ? ഞാനിവിടെ നിന്നിട്ട് ഈ സിനിമ ഗംഭീരമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തള്ളിയിട്ട് എൻ്റെ സിനിമയെ തള്ളിയിട്ട് അങ്ങനെ തള്ളാന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. നാട്ടുകാർക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്തോ ഇത് തള്ളായിരുന്നു. അത് നമുക്കൊരു കോൺഫിഡൻസിൽ നമുക്ക് നല്ല സിനിമയാണെന്ന് നമുക്ക് പറയാം. ഇത് കാണുമ്പോൾ ഒരു ആസ് എൻ ഓഡിയൻസ് എന്നുള്ള നിലയിൽ ഞാൻ കാണുമ്പോൾ സാധാരണഗതിയിൽ ഇത് കുഴപ്പമില്ലാത്തൊരു സിനിമ, അത് കണ്ടിരിക്കാൻ. അതിൻ്റെ അകത്തേക്ക് അപ്പുറം ഞാൻ ഇന്നേ വരെ ആരും കാണാത്തൊരു സിനിമയാണ് ലോകത്ത് ഇന്ന് വരെ സംഭവിക്കാത്ത മലയാളത്തിലെ ഫസ്റ്റ് പടം, അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. പിന്നെ അമിത പ്രതീക്ഷയോടുകൂടി, അതായത് ഈ ഒന്നും പ്രതീക്ഷിക്കാതെ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാൽ അത് അത്രേ ഉള്ളൂ. ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളാദ്യം ഒരു സ്റ്റോറി ഉണ്ടാക്കിയിട്ട് സിനിമയ്ക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സ്റ്റോറിയിലേക്ക് പോയില്ലെങ്കിലാണ് നിരാശരാകുന്നത്. ഒന്നും പ്രതീക്ഷിക്കണ്ട, ഇത് വെറുതെ കുറച്ച് നേരം 2 മണിക്കൂർ സമയം കളയാം, ഒരു നേരം കൊല്ലിപ്പടം അത്ര വിചാരിച്ച് കയറാം. എന്താണ് ഈ ഒരു ഫിലിം നെയിമിലേക്ക് വരാനുള്ള ഒരു കാരണം? എങ്ങനെ പേരിടും എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഞങ്ങൾ ഇടാനായിട്ടെന്ന് വെച്ച പേര് സംഭവം നടന്ന രാത്രിയിൽ നിന്നായിരുന്നു സിനിമയ്ക്ക്. അപ്പോൾ ഈ നടന്ന സംഭവം അങ്ങനെ പറഞ്ഞ് പിന്നെ നീലരാത്രിയിൽ 7 അഴകളുള്ള രാത്രി എന്നൊക്കെ പറഞ്ഞ കുറേ സിനിമകളുണ്ട്. അപ്പോൾ ഈ രാത്രിയും സംഭവമൊക്കെ കുറേ വന്നതിൻ്റെ പേരിൽ നമ്മൾ നമ്മുടെ സിനിമയ്ക്ക് ഒരു ഇംഗ്ലീഷ് പേരിടാന്ന് വിചാരിച്ചു. ഇത് ഈ നമ്മളുടെ സിനിമ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പേര് മാത്രമേ ഉള്ളൂ. ഇത് കൊച്ചിയിൽ നടക്കുന്ന, കൊച്ചിയിൽ ഷൂട്ട് ചെയ്തതിൻ്റെ പേരിൽ കൊച്ചിയിട്ടാണ്. ഇത് കൊച്ചിയിൽ മാത്രം ഒരു കൊച്ചി കഥയല്ല, ഇന്ത്യയുടെ എല്ലാ പട്ടണങ്ങളിലും സംഭവിക്കാവുന്ന ഒരു രാത്രികാലങ്ങളിൽ സംഭവിക്കുന്ന, രാത്രികാലങ്ങളിൽ ഇറങ്ങി നടക്കുന്ന കുറേ കഥാപാത്രങ്ങൾ, അവരുടെ ഇടയിൽ സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ വെച്ചിട്ടുള്ള സിനിമയാണ്. അത് കൊച്ചിന്ന് നമ്മളൊരു പേരിട്ടു. എങ്ങനെയാണ് ഈ പുതുമുഖങ്ങളെ കൊണ്ടുവരുമ്പം കാസ്റ്റ് ചെയ്തിട്ട് എടുക്കുമ്പം ആ ഒരു കോൺഫിഡൻസ് ഉണ്ടോ? ഓക്കെ, പുതുമുഖമാണ് എൻ്റെ ഫിലിമിക്ക് വരുമ്പോൾ അത് എനിക്ക് ഓക്കെ ആയിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് എങ്ങനെയാണ് വരുന്നത്? സിനിമയിൽ പുതുമുഖത്തെ വെച്ചിട്ട് നിർബന്ധമായിട്ട് സിനിമ എടുക്കുന്നതല്ല. ചില സിനിമകൾ, ഇപ്പോൾ കട്ടപ്പനയിൽ എടുത്ത് റോഷൻ എന്ന് പറയുന്ന സിനിമ വന്ന സമയത്താണ് പുതുമുഖത്ത് വെച്ചിട്ട് ഞാൻ ആദ്യത്തെ സിനിമ, അതായത് എൻ്റെ രണ്ടാമത്തെ സിനിമ, ആദ്യത്തെ സിനിമയിൽ എല്ലാ ഹീറോസ് ആയിരുന്നെങ്കിലും രണ്ടാമത്തെ സിനിമയിൽ പുതിയ ആൾ. അപ്പോൾ ആ സിനിമയിൽ അത് മതിയായിരുന്നു. പിന്നെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ ഈ സിനിമയിൽ വന്നപ്പോഴാണ് ഈ സിനിമയിൽ 3-4 പ്രധാന കഥാപാത്രങ്ങളിൽ ഒരു കഥാപാത്രം റാഫിക്കയുടെ മകൻ മുബിൻ റാഫി. അദ്ദേഹത്തെ ഞാൻ പണ്ടേ നോട്ടിട്ട് വെച്ചിരിക്കുന്ന ഒരാളാണ്. അതായത് ഞാനിങ്ങനെ ഈ ലൊക്കേഷനിലൊക്കെ റാഫിക്കയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം, അസിസ്റ്റൻ്റ് അസോസിയേറ്റ് അങ്ങനെയുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും റാഫിക്കയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇവനെ അഭിനയിപ്പിക്കാൻ പാടില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം നല്ല ടാലൻറ്റഡ് കക്ഷിയാണെന്ന് പറയാം. പിന്നെ ഒരു ഇൻ്റർനാഷണൽ ഷോർട്ട് ഫിലിം ലെവലിൽ എന്തൊക്കെ ബെസ്റ്റ് ആക്ടർ ഒക്കെ കിട്ടിയിരിക്കുന്ന പയ്യനാണ്. അപ്പോൾ അവനിൽ ഒരു കാണാനായിട്ട് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ രൂപം മാത്രമല്ല, നല്ല അഭിനേതാവാണ്. വെറുതെ കുറേ ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊണ്ടുപോയിട്ട് നായകനാക്കാൻ പറ്റില്ല. അങ്ങനെ ആ കാലഘട്ടം കഴിഞ്ഞു. നല്ല കഴിവും കൂടി വേണം, നല്ല ഇപ്പോൾ പിടിച്ചേക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഒത്തിണങ്ങിയ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. എന്താണ് പ്രേക്ഷകരോട് അവസാനമായിട്ട് പറയാനുള്ളത്? ഇത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമയാണ്. ശരിക്ക് തിയേറ്ററിൽ വന്നിരുന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മണിക്കൂർ ബോറടിക്കാതെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ, എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ്. കാരണം അതിനകത്ത് കലന്തൂർ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ ശ്രീ കലന്തൂർ, അദ്ദേഹം ദുബായ് ബേസ്ഡാണ്, അദ്ദേഹം നിർമ്മിച്ച് റാഫി മക്കാട്ടിൻ എന്ന് പറയുന്ന റാഫി തിരക്കഥ സംഭാഷണം എഴുതി, അദ്ദേഹത്തിൻ്റെ മകൻ മുബിൻ റാഫി നായകനായിട്ട്, അർജുൻ അശോകൻ, പിന്നെ ദേവിക സഞ്ജയ്, ഷൈൻ ടോം ചാക്കോ തുടങ്ങിയ ഒരു വൻ താരനിര അണിനിരക്കുന്ന, നമ്മുടെ ഷാജിയേട്ടനാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്, ഇഷാം അബ്ദുൽ വഹാബ് മ്യൂസിക് ചെയ്തിരിക്കുന്ന ഒരു സിനിമ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ACCA, CMA, CA പഠിച്ച തൊഴിൽ നേടാനുള്ള ശരിയായ മാർഗം എലാൻസ് ആണ്. Bharat College of Nursing, Thiruvarur, Tamil Nadu. Affiliated to the Tamil Nadu Dr. MGR University. Admission open for BSc Nursing 2024.